ഇത് നമ്മുടെ സ്വന്തം ദേവിയുടെ അമ്പലമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ശിവരാത്രിയിലെ ആഘോഷം രാവിലത്തെ വ്യൂ ആണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. രാത്രിയിൽ ദീപം തെളിയിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ മഹാദീപം എടുക്കുന്നവരെ ഇരിക്കും. അതൊക്കെ ഇവിടെ ഒഡീഷയിലെ പ്രത്യേകതയാണ്. ഇത് വ്രതം എടുക്കാത്തവർക്കുള്ള ഭക്ഷണമാണ് കേട്ടോ. വ്രതം എടുത്തവർക്കും ഫുഡ് ഉണ്ട്, അത് രാത്രിയാണ്. അങ്ങൊരു ചെറിയൊരു അമ്പലമുണ്ട്, ഒരു ദേവിയുടെ അമ്പലം. അവിടെ കൂടി നമുക്ക് പോവാം. ശിവരാത്രിയിലെ രാവിലത്തെ ആഘോഷങ്ങളാണ് നമ്മുടെ വീഡിയോ. ഇത് കണ്ടോ, മണ്ണിൻ്റെ ദീപം വാങ്ങാൻ കിട്ടുന്ന. അപ്പം അതൊക്കെ നമ്മൾ രാത്രിയിലേക്ക് ദീപം കത്തിക്കാൻ വേണ്ടി വാങ്ങി വെക്കുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഒഡീഷയിലെ ശിവരാത്രിയാണ് ഇന്നത്തെ വീഡിയോ. ഒഡീഷയിലെ സംബൽപൂരി സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ സംബൽപൂരി ഒറിജിനൽ അല്ല. സാരീനെ കുറിച്ചൊക്കെ പിന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. എന്ന് പറയാം 12 മണി കഴിഞ്ഞ ശേഷമാണ് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ചിലപ്പോൾ 12:30 ആയിരിക്കും, ചിലപ്പോൾ 1:30 ആയിരിക്കും, ചിലപ്പോൾ 2:30 ആയിരിക്കും. അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. ലെങ്ത്ത് കൂടുകയാണെങ്കിൽ രാത്രിത്തെ ഞാൻ പിന്നെ കാണിക്കും, ഇല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് കാണിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹായ്, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ശിവരാത്രിയാണ്. ശിവരാത്രിക്ക് രാവിലെ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോവുകയാണ്. സാരി നമ്മുടെ ഒഡീഷയിലെ സംബൽപൂരി സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ സംബൽപൂരി ഒറിജിനൽ അല്ല കേട്ടോ, ഇത് പട്ട് സിൽക്ക് പോലത്തെ ഒരു സാരിയാണ്. ഈ സംബൽപൂരി ഇങ്ങനെ ടെമ്പിൾ വർക്ക് ഉള്ളതാണ്. ഒരു 2-3 സാരി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സംബൽപൂരിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഒറിജിനൽ സംബൽപൂരി കേട്ടോ. അപ്പോൾ ഇതാ ഈ സംബൽപൂരിൻ്റെ ഡിസൈനാണിത്. ഇതും ഈ ടെമ്പിൾ വർക്കും. പിന്നെ ഇതാ ഈ ഡിസൈൻ സംബൽപൂരിൻ്റെ ഇതാണ്. ഈ ബ്ലൂ കളർ, എനിക്ക് ബ്ലൂ മാച്ച് ആവില്ല, എനിക്ക് ബ്ലൂ വേണ്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷേ നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എന്നാൽ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്ത സാരിയാണ് സംബൽപൂരി. ഇതാണ്ടാവും. അപ്പോൾ സാരീനെ കുറിച്ചൊക്കെ പിന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. ഇന്ന് വ്രതമാണ്. അപ്പോൾ ഇവിടെ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടുത്തെ പ്രസാദം കഴിച്ചിട്ട് നമ്മൾ വെള്ളം എന്തെങ്കിലും കുടിക്കൂ. പിന്നെ വെള്ളം മാത്രം കേട്ടോ, വെള്ളം മാത്രം, വേറെ ഭക്ഷണങ്ങളൊന്നുമില്ല. ഉപവാസ വ്രതം എടുക്കുന്നവരുണ്ട്. ഞാൻ ജ്യൂസ് അങ്ങനെയൊക്കെ, ഉച്ചയ്ക്ക് ഒരു ജ്യൂസ് കഴിക്കും, രാവിലെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പഴം കഴിക്കും, അങ്ങനെ പഴവർഗ്ഗങ്ങൾ മാത്രം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നല്ല ഐശ്വര്യമുള്ള ദിവസമായിരിക്കട്ടെ. രാത്രിയിൽ ദീപം തെളിയിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ മഹാദീപം എടുക്കുന്നവരെ ഇരിക്കും. അതൊക്കെ ഇവിടെ ഒഡീഷയിലെ പ്രത്യേകതയാണ്. നമ്മളവിടെ നിന്ന് ഇങ്ങനെ മഹാദീപം ഉണ്ടാവുമായിരിക്കും. നേരം ഭക്ഷണം കഴിച്ചിട്ടുള്ള വ്രതമൊക്കെ എടുത്തിട്ടുണ്ട്. അല്ലാതെ ഇത്രയ്ക്ക് ഒരു ശിവരാത്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിട്ടുള്ളത് ഇവിടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മളടുത്തും ഉണ്ട്, ഇല്ല എന്നല്ല. അപ്പോൾ ഇവിടെ എല്ലാവരും ഉപവാസ വ്രതമൊക്കെ എടുത്ത് രാവിലെ അമ്പലത്തിൽ പോവും. പിന്നെ വൈകുന്നേരം ദീപം തെളിയിച്ച് മഹാദീപം എടുക്കുന്നവരെ കാണിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. രാവിലെ പോയിട്ട് ഞാൻ വരും, എന്നിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിലെ റെസ്റ്റൊക്കെ എടുത്തിട്ട് സന്ധ്യയ്ക്ക് വീട്ടിൽ വിളക്ക് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം അമ്പലത്തിൽ പോകും. അപ്പോൾ അതുകൂടി കാണിക്കുന്നുണ്ട്. വൈകുന്നേരം അമ്പലത്തിൽ പോയി അവിടെ മഹാദീപം എടുത്ത് വ്രതം കഴിഞ്ഞ് അവിടെ അമ്പലത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് 12 മണിക്ക് ശേഷമാണ് നമ്മുടെ ഭക്ഷണം അവിടെ ഉണ്ടാകുക. കാരണം വ്രതം കഴിഞ്ഞതിന് ശേഷം മഹാദീപം എടുത്തു കഴിഞ്ഞാൽ വ്രതം കഴിഞ്ഞു. എടുക്കുന്ന സമയം ചിലപ്പോൾ 12:30 ആയിരിക്കും, ചിലപ്പോൾ രാത്രി 2:30 ആയിരിക്കും, ചിലപ്പോൾ വെളുപ്പിന് 2:30, 1:30 ചിലപ്പോൾ മഹാദീപം എടുക്കും. അവർക്കൊരു സമയമുണ്ട്. അവരൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് ആ സമയമൊക്കെ ഫിക്സ് ചെയ്യുക. അപ്പോൾ ആ സമയം എപ്പോഴാണ് മഹാദീപം എടുക്കുന്ന അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്രതം കഴിഞ്ഞു. എന്നിട്ട് അവരുടെ ഒരു പ്രസാദം കഴിച്ച് കഴിഞ്ഞ് വ്രതം കഴിഞ്ഞിട്ട് അവിടെ ഭക്ഷണം ഉണ്ടാവും, ഭക്ഷണം കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. ഓക്കെ, നമ്മളിന്ന് ബൈക്കിലാണ് പോകുന്നത്. അടുത്താണ് കേട്ടോ അമ്പലം. ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ വിട്ടിട്ടില്ലേ, ആ അമ്പലം കുറച്ച് ഇങ്ങോട്ട് ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്കും ഇത് ഇങ്ങോട്ടേക്കാണുള്ളത്. അപ്പോൾ ഇത് ഇവിടെയൊക്കെ കണ്ടോ ദീപം കത്തിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ അമ്പലം എത്തിയിട്ടോ, അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. മോൻ സൈക്കിളിൽ വരുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ബൈക്കിൽ വന്നു. അപ്പോൾ നമ്മളിനി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇവിടെ ബൈക്കൊക്കെ റോഡ് സൈഡിൽ വെച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ പൂജിക്കാനുള്ള ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. പഴവും എന്തൊക്കെയാണ് മലര് ഒക്കെ ഇവിടെ കിട്ടും. പിന്നെ ചന്ദനത്തിരി, ഇത് വിളക്ക്, മണ്ണിൻ്റെ ഇങ്ങനെ ദീപമല്ലേ, അതാണ് കത്തിക്കുക. ഇതാ കണ്ടോ. അപ്പോൾ ഒരു ദീപത്തിന് 5 രൂപയേ ഉള്ളൂ കേട്ടോ. ഞാൻ 5 ദീപം വാങ്ങി. എല്ലായിടത്തും കാർത്തികേയൻ്റെ അടുത്തും ഗണേശൻ്റെ അടുത്തും പാർവതീൻ്റെ അടുത്തും ഒക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി. അപ്പം ഇവിടെ അമ്പലത്തിൻ്റെ
ഇവരൊക്കെ ഇരിക്കുകയാണ്, സാറുമാരൊക്കെ ഇരിക്കുകയാണ്. അവർ നമുക്കിങ്ങനെ ചന്ദനമൊക്കെ തൊട്ട് തരും. പൈസ ഇടുന്നവരിടും. നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു പൈസയൊക്കെ. നമ്മൾ ഫിക്സായിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഏരിയയിലുള്ളവരാണല്ലോ, പുറത്തുനിന്ന് വരുന്നവരൊക്കെയാണ് അവിടെ പൈസ ഇടുന്നത്. നമ്മൾ നേരത്തെ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള പൈസ അവിടെ കൊടുക്കും. ഫുഡിനുള്ളത് ആണെങ്കിൽ അങ്ങനെ, പൈസയാണെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ആദ്യം ഇപ്പുറത്തൊക്കെ ധനലക്ഷ്മി പാർവതി ദേവീൻ്റെ അടുത്ത് ഞാൻ ഇവിടെ നമസ്കരിക്കുന്നത്. ആദ്യം ശിവനെ അല്ല നമസ്കരിക്കേണ്ടത്. ശിവൻ്റെ അമ്പലത്തിൽ വന്ന ഗണേശനെ, കാർത്തികേനെ, പിന്നെ പാർവതീനെ ഇവിടെ നമസ്കരിച്ചിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് തന്നെ പോകണം. ഈ വെള്ളം വരുന്നില്ല, അത് കവഞ്ഞ് ഇങ്ങോട്ടേക്ക് വരരുത്. അതിലൂടെ തിരിഞ്ഞു പോയിട്ട് വേണം പിന്നെയാണ് ശിവനെ ദർശനം ചെയ്യേണ്ടത്. അതൊക്കെ ഇവിടുന്ന് കിട്ടിയ അറിവുകളാണ് കേട്ടോ. ശിവൻ്റെ അമ്പലത്തിൽ ഇങ്ങനെ നമ്മൾ സാധാരണ അമ്പലങ്ങളിൽ ഇങ്ങനെ വലം വെക്കൂലേ, അങ്ങനെ വലം വെക്കരുത്. ഇങ്ങനെ ദേവീനെ തൊഴുതിട്ട് തിരിഞ്ഞ് നടക്കണം. അപ്പോൾ മോനാണ് വീഡിയോ എടുക്കുന്നത്. ഇത് എൻ്റെ ഒരു അനിയൻ്റെ മോനാണ്, ഇതും ഒരു അനിയൻ്റെ മോനാണ്, ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ. അപ്പോൾ അവർ കുട്ടികളവിടെ കളിക്കുന്ന കണ്ടപ്പോൾ ഇവിടെ എടുത്ത അത് അവിടെ ഇരിക്കുന്നില്ലേ, ഇതും എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനാണ്. അവിടെ രാവിലത്തെ ഫുഡിനുള്ള അവർക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരത്തി കൊടുക്കുകയാണ്. അതൊരു അനിയനാണ്. ഇപ്പുറത്തെ ഒരു അനിയൻ ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. മോൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അവരൊന്നും ശ്രദ്ധിക്കാതെ, മോൻ എന്താ വീഡിയോ എടുക്കല്ലേ എന്ന് വിചാരിച്ച് ഞാനാണെങ്കിൽ വിളിച്ചേനെ ക്യാമറയിൽ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് പരിചയമുള്ളൊരു പൂജാരിയാണ്. അപ്പോൾ അവർ സംസാരിക്കുകയാണ്. പിന്നെ അപ്പോൾ അമ്പലത്തിൽ രാവിലെ ഹെൽപ്പൊക്കെ ചെയ്യും. നമ്മൾ ഈ ഏരിയയിലുള്ളവരായതുകൊണ്ട് നമ്മൾ തന്നെ എല്ലാം ഹെൽപ്പൊക്കെ ചെയ്യുന്നതും ഫുഡിൻ്റെ ആവശ്യത്തിന് പൈസ കൊടുക്കുന്നതും എല്ലാവർക്കുള്ള ഭക്ഷണം നമ്മളെല്ലാവരും പിരിവൊക്കെ ഇട്ടിട്ട് പൈസ കൊടുത്ത് ഭക്ഷണത്തിനുള്ളതും എല്ലാം ചിലവൊക്കെ ഇവിടെ നമ്മൾ ഏരിയയിലുള്ളവർ തന്നെയാണ് വഹിക്കുന്നത്. അപ്പോൾ അത് പായസം റെഡി ആയിട്ടുണ്ട്. ഡാൽമ, ഒഡീഷ ഡാൽമ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടുപ്പുകൾ കണ്ടോ, കുഴി ഇങ്ങനെ കുഴിച്ചിട്ട്. ഇത് എന്താന്ന് പറഞ്ഞാൽ കക്ര എന്ന് പറയുന്ന റവ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഭൂരി പോലത്തെ ഇതാണ്. പക്ഷെ ഇത് ഭൂരിയല്ല, കക്കറ എന്നാണ് ഇവിടെ ഒഡീഷയിൽ പറയുക. അതിൻ്റെ ഒക്കെ വീഡിയോ ഉണ്ട്. ഇതൊരു അനിയനാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇളയ അനിയനാണ്, അവനും മോനുമാണ്. അപ്പം ഞാൻ ഇപ്പുറത്ത് ഇവിടെ ശിവൻ്റെ ഇവിടെ പഴമൊക്കെ പൂജിക്കാനൊക്കെ കൊടുക്കുമ്പോൾ മോൻ അപ്പുറത്ത് പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നത്, മോനും ചേട്ടനും വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ് കുറച്ച് നേരം. എന്നിട്ട് നമ്മൾ അമ്പലത്തിൽ പൂജയൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം അമ്പലത്തിൽ ഇരിക്കണം. ഇരുന്നിട്ട് വേണം എണീറ്റ് പോകാൻ കേട്ടോ. പെട്ടെന്ന് അങ്ങനെ തൊഴുതിട്ട് പോകാൻ പാടില്ല, കുറച്ച് നേരം ഇരിക്കണം. അപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ എൻ്റെ കുറച്ച് അയൽവക്കത്തിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അപ്പോൾ അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നാമജപമൊക്കെ ജപിച്ചിട്ട് നമ്മളിവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെയാണ് ഇവരുടെ അഷ്ടപരി, ഈ ഏരിയയിലുള്ള ഇവരുടെ അഷ്ടപരിയും ഇന്ന് തന്നെയാണ്. അതവിടെ അഷ്ടപ്രഹരി നടന്നുകൊണ്ടിരിക്കുന്ന പൂജയും കാര്യങ്ങളൊക്കെയാണ്. രാവിലത്തെ കാഴ്ചകളാണ് ഇതെല്ലാം. അപ്പം നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്ന് വീഡിയോ എല്ലാം എടുത്ത് നമ്മൾ ഇനി ഇതെല്ലാവരും വന്ന് നമസ്കരിക്കുന്നത്. ഞാൻ അവിടെയും പോയി തൊഴുതു, ദീപമൊക്കെ കത്തിച്ചിട്ട് വന്നു. അപ്പോൾ മൊബൈൽ എൻ്റെ കയ്യിലില്ലായിരുന്നു, മോൻ അപ്പുറത്തെ സൈഡ് വീഡിയോ എടുക്കുമായിരുന്നു. പിന്നെ മൊബൈൽ കിട്ടി, ഇവിടെയും കുറച്ചൊക്കെ എടുത്ത്. എല്ലാം പരിചയമുള്ളവരാണ്, അതുകൊണ്ട് വീഡിയോ എടുക്കാനും ഒരു ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു. കട്ട് ചെയ്തു അങ്ങനെയൊക്കെയാണ് ഞാൻ എടുത്തത്. നമ്മളെ ഏരിയയിലുള്ള ആകുമ്പോൾ നമ്മൾ അമ്പലത്തിൽ വരുമ്പോൾ നമ്മൾ ഭക്തി പ്രാർത്ഥന ഒക്കെയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മൊബൈലും പിടിച്ച് നിൽക്കുമ്പോൾ എന്തോ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നുള്ളൊരിതാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്തുള്ള ദേവീൻ്റെ അമ്പലത്തിൽ പോവുകയാണ്. ഞാനിവിടെ തറവാട്ട് വീട്ടിലുണ്ടാകുമ്പോൾ സ്ഥിരം വരുന്ന എൻ്റെ സ്വന്തം ദേവിയാണ്. ഞാൻ എന്ന് ഇവിടെ മാല കെട്ടാൻ വരുമായിരുന്നു. അന്നൊന്നും എനിക്ക് യൂട്യൂബ് ഇല്ലായിരുന്നു. ഡെയിലി ഞാൻ വന്നിവിടെ മാല കെട്ടി കൊടുക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ സ്വന്തം ദേവി എന്ന് വേണം, എൻ്റെ സ്വന്തം അമ്മ എന്ന് വേണം പറയാൻ. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ചെരുപ്പിടാതെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് വരിക. വരുമ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു പൈപ്പ് ഉണ്ടാവും. എന്നിട്ട് അവിടെ നിന്ന് കാല് കഴുകിയിട്ട് വെള്ളമൊക്കെ അങ്ങനെ കുടഞ്ഞിട്ട് പിന്നെ അമ്പലത്തിൽ തൊഴാൻ പോവും. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ അവരുടെ കൂടെ ഞാനിങ്ങ് വന്നു. മോനും ചേട്ടനും അവിടെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് തൊഴാൻ വന്നു. ഇതുപോലെ വെള്ളമൊക്കെ കുടഞ്ഞ് കാലെല്ലാം കഴുകി നമ്മൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ ചെരുപ്പിടാതെ വരിക. കാരണം അമ്പലത്തിൽ ഭഗവാനെ പ്രസാദിക്കാനുള്ള പഴവും പൂജാ സാധനങ്ങളൊക്കെ കൊണ്ടുവരില്ല, അപ്പോൾ ചെരുപ്പിടില്ല. എന്നിട്ട് വരുമ്പോൾ അവിടെ നിന്ന് കാല് കഴുകി ഇങ്ങനെ വെള്ളം കുടഞ്ഞിട്ട് അമ്പലത്തിൽ കയറും. ഇവിടെ ഈ ദേവിയുടെ പേര് സഹടൈമ എന്നാണ്. അപ്പോൾ ഞാൻ സ്ഥിരം വന്നുകൊണ്ടിരുന്ന ഒരു അമ്പലമാണ്. ഞങ്ങൾ വീട് വെച്ച് മാറിയപ്പോൾ എനിക്കിങ്ങോട്ട് വരാൻ കുറച്ച് ദൂരമായി.
ടൗണിൻ്റെ ഉള്ളിൽ കൂടെ വരണം. അപ്പം ഞാൻ വേറെ അങ്ങുള്ള ഞാൻ കഴിഞ്ഞ വീഡിയോ വിട്ടില്ല, ആ അമ്പലത്തിലേക്കാണ് ഞാൻ പോകുന്നത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട വിശേഷമൊക്കെ വരുമ്പോൾ ഇവിടെ വരും. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ തൊഴുത് ഇത് ഇവിടെയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് എന്താ പറയുക, ദേവീനെ ഉടുപ്പിക്കുന്ന സാരി ഡെയിലി ചേഞ്ച് ചെയ്യും. ഡെയിലി സാരിയൊക്കെ മാറ്റി കുളിപ്പിച്ച് ചന്ദനമൊക്കെ തൊട്ട് ഡെയിലി പൂവൊക്കെ നമ്മൾ കുറച്ച് 2-3 ലേഡീസ് ഉണ്ട് ഇവിടെ വന്നിരുന്ന് മാലയൊക്കെ കെട്ടി ദേവിക്ക് ചാർത്തുന്നതും ഭയങ്കര രസമായിരുന്നു. അന്ന് എനിക്ക് വീഡിയോ യൂട്യൂബൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. തൊഴുത് ഇവരൊക്കെ തൊഴുമ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ട് പിന്നെ എന്നെ അവരെടുക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മോനെ പഠിപ്പിക്കുന്ന മിസ്സൊക്കെയാണിത്. വീട്ടിൽ നേരത്തെ വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഇല്ല. അപ്പോൾ നമുക്കെല്ലാം പരിചയമുള്ളവരാണ് എല്ലാവരും. അപ്പോൾ അതാ ആൾ വന്നിട്ട് പറയും ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ തൊഴാൻ പോയി. എന്നിട്ട് ദീപമെല്ലാം കത്തിച്ച് വെച്ചു. അവിടെ വിളക്കെല്ലാം ഞാൻ ദീപമൊക്കെ കൊണ്ടുവന്നായിരുന്നു, മണ്ണിൻ്റെ ഇങ്ങനെ ദീപം അവിടെ വാങ്ങിയിട്ട് ഒന്ന് ദേവിക്കും കത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ ഞാനത് അവിടെ കത്തിച്ച് വെച്ചിട്ട് അവിടെ പ്രാർത്ഥിച്ച് ഇവിടുത്തെ ഒഡീഷയിൽ നമ്മുടെ എപ്പോഴും ഇവിടെ ശിവൻ്റെ അമ്പലത്തിൽ വന്ന് ഇവിടെ ഈ ദേവീനെ കൂടി കണ്ടിട്ടേ പോളൂ. ഇത് നമ്മുടെ ഗ്രാമദേവത എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മുടെ ഗ്രാമത്തിൻ്റെ ഒരു ദേവിയാണ്. എല്ലാവരും കല്യാണത്തിനൊക്കെ ഇവിടെ വന്ന് കല്യാണത്തിന് ഇപ്പോൾ താലിമാലയാണ് നമുക്ക് താലിമാല, ഇവിടെ ഉള്ളവർക്ക് ആ മംഗലസൂത്രവും സാരിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ദേവീനെ കുളിപ്പിച്ച് ദേവിക്ക് പുതിയൊരു സാരി ഉടുപ്പിച്ച് പൂജിച്ചിട്ടാണ് ഇടുക. എൻ്റെ കല്യാണത്തിനും അതുപോലെയൊക്കെ ഈ ദേവീൻ്റെ അടുത്ത് വന്നിട്ട് ചെയ്യുന്നത്. അതാണ് നമ്മളെ സ്വന്തം ദേവി, നമ്മളെ സ്വന്തം അമ്മയാന്ന് പറയുന്ന അതാണ്. ഇവിടെ ഈ ദേവീനെ കുളിപ്പിച്ച് പുതിയ സാരിയൊക്കെ ഉടുപ്പിച്ച് ഞങ്ങളുടെ വീട്ടിൽ കൂടലിനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അന്നേരം കൊണ്ടുവന്നിട്ട് 3 ദേവിമാരുണ്ട്, ഏടത്തി അനിയത്തിമാർ, 3 പേരെ കുളിപ്പിച്ച് അവർ കുളിപ്പിക്കും കേട്ടോ. നമ്മുടെ കുളിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ വരണം, കുളിപ്പിച്ച് പൂജ ചെയ്ത് നമ്മുടെ പുതിയ സാരി ഉടുപ്പിച്ച് പുതിയ പൂമാലയൊക്കെ ഇട്ട് നമ്മുടെ വകയായിരിക്കും അന്നത്തെ ദേവീനെ കുളിപ്പിക്കും. ഇതൊരു പരിചയത്തിലുള്ള ചേച്ചിയാണ്. നമ്മുടെ വകയാണ് ദേവീനെ കുളിപ്പിക്കൽ. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വിചാരിക്കുക എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ഇന്ന ദിവസം ഞാൻ ദേവീനെ കുളിപ്പിച്ചോളാം. ഇപ്പോൾ കുളിപ്പിക്കാനുള്ള സാരി കുറച്ച് സാധനങ്ങളുണ്ട്, അതങ്ങനെ വാങ്ങാൻ കിട്ടും കേട്ടോ. പുതിയ സാരി കുളിപ്പിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. മഞ്ഞൾ വേണം, കുങ്കുമം, പൂവ്, കർപ്പൂരം, ചന്ദനത്തിരി, അങ്ങനെ എല്ലാ സാധനം, പിന്നെ പ്രസാദിക്കാനുള്ള അങ്ങനെ എല്ലാം ഒരു സെറ്റ് വാങ്ങിയിട്ട് ഇവിടെ വന്ന് കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കൂടലിൻ്റെ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ മോനെ ജനിച്ചപ്പോഴും മോൻ്റെ ജന്മദിനത്തിനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മളെ കൂടെയുള്ള ദേവിയാണിത്. അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്വന്തം ദേവി എന്ന്. അപ്പോൾ ഇവിടെ ദീപമൊക്കെ കത്തിച്ച് വെച്ച് ഇവിടെ ഇനി ദേവീനെ കുളിപ്പിച്ച വെള്ളം അവിടെ വെക്കും കേട്ടോ. മഞ്ഞൾ കലക്കിയ വെള്ളം അത് നമ്മൾ കുടിക്കും. അപ്പോൾ ആ വെള്ളം കുടിച്ചിട്ട് നമ്മൾ കൈ കഴുകിയിട്ട് വന്നിട്ട് പിന്നെയാണ് നമസ്കരിക്കുക. അപ്പോൾ ഇത് അവരൊക്കെ ടാറ്റയൊക്കെ കാണിക്കുകയാണ്. എന്നിട്ട് ഇതാ ഞാൻ വന്നിട്ട് ഇനി ഒന്നുകൂടി അവിടെ നമസ്കരിച്ചിട്ട് നമ്മൾ പോകും അപ്പുറത്തേക്ക് തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഒഡീഷയിലെ സന്തോഷം. ഇവിടുത്തെ പൂജയും കാര്യങ്ങളും ഭക്തിയും ഒക്കെ നമുക്കൊരു ഭയങ്കര മനസ്സിനൊരു സന്തോഷവും. എന്നും ഡെയിലി ഞാനിവിടെ വരും, ഡെയിലി വന്നിട്ട് പൂമാലയൊക്കെ കെട്ടിക്കൊടുക്കുമായിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ എന്നെ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് ഒരു തമ്പനിൽ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ നമ്മളെല്ലാവരും പരിചയക്കാരെല്ലാവരും കുറച്ച് നേരം 2-3 ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പുറത്തേക്ക് തൊട്ടടുത്ത് തന്നെയാണ്. ഞാൻ ഇപ്പുറത്ത് ദേവീൻ്റെ അടുത്ത് തൊഴുതു വരുമ്പോഴേക്ക് ചേട്ടനും മോനും കൂടി ഭക്ഷണമൊക്കെ അവിടെ കഴിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് ഇന്നത്തെ ദിവസം ഫുൾ ടൈം ആളാണ്. ഇതൊന്നല്ല പൂരം, രാത്രിയാണ് കാണേണ്ട കാഴ്ച. അത്രയ്ക്ക് ജനങ്ങളും. പിന്നെ ഇതുപോലെ മണ്ണിൻ്റെ ദീപം തെളിയിക്കൽ ശിവരാത്രിക്ക് ഭയങ്കര ഒരു മെയിനാണ് കേട്ടോ. ശിവരാത്രിക്ക് നമ്മളവിടെയൊക്കെ അങ്ങനെ ഉണ്ടോ? ശിവരാത്രിക്ക് ദീപം കത്തിച്ചിട്ടിരിക്കുക, ഉറക്കൊഴിയും. അമ്പലത്തിലെ പ്രോഗ്രാമൊക്കെ കണ്ടിങ്ങനെ ഉറക്കൊഴിഞ്ഞ് നേരം വെളുക്കുന്നവരെ ഇരിക്കും, അങ്ങനെയൊക്കെ ഞാൻ കേട്ടുള്ളൂ. ദീപം തെളിയിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെയാണ് തോന്നുന്നു. എനിക്കതിനെക്കുറിച്ച് അറിയില്ല, അറിയുന്നവരത് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ രാത്രിയിലെ വിശേഷങ്ങളിലാണ് ദീപം ഇങ്ങനെ കത്തിച്ച് എല്ലാവരും ഒരുപാട് പേര് നമ്മൾ നേർച്ച നേരുന്ന പോലെ ദീപം തെളിക്കും. ഓരോരുത്തർ 100 തെളിക്കും. 1 തെളിക്കുന്നവരുണ്ട്, 7 തെളിക്കുന്നവരുണ്ട്, 5, അങ്ങനെ അവർ
അത്രയും ദീപം കെടാതെ എണ്ണയൊഴിച്ച് മഹാദീപം എടുക്കുന്നവരെ തെളിയിച്ചിരിക്കും. അപ്പം അത്രയ്ക്ക് എല്ലാവരും വരുന്നത് രാത്രിയിലാണ്. രാത്രിയിലെ ആഘോഷങ്ങൾ കൂടി നിങ്ങൾ കാണണം. ഇത് വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം ഇത് തന്നെ കുറേ ലെങ്ത്തായി. അപ്പോൾ നമുക്ക് ദീപമൊക്കെ വാങ്ങാം കേട്ടോ. രാത്രിയിൽ ദീപം കത്തിക്കൽ മെയിനാണ്. ഇതുപോലെ മണ്ണിൻ്റെ ദീപം ഇവിടെ വാങ്ങാൻ കിട്ടും. ദീപം, തിരി, എണ്ണ ഒക്കെ ഇവിടെ കിട്ടും. ഇപ്പോൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ വാങ്ങി വെക്കുകയാണ്. വിളക്ക് കത്തിക്കാനുള്ള എണ്ണയും ദീപവും തിരിയൊക്കെ കിട്ടും. അപ്പം ഞാൻ ദീപവും തിരിയൊക്കെ വാങ്ങി വെച്ചു രാത്രിയിലേക്ക്. അപ്പോൾ വന്നാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. വീട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും രാത്രിയിൽ വരണം. അപ്പോൾ രാത്രിയിലാണ് കാണേണ്ട പൂരം തന്നെയാണ്. ഒരുപാട് കാഴ്ചകൾ രാത്രിയിലാണ് കാണാനുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മറക്കാതെ നെക്സ്റ്റ് വീഡിയോയും കൂടി കാണണം. എങ്കിലേ നിങ്ങൾക്ക് ശിവരാത്രിൻ്റെ ആഘോഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ശിവരാത്രി എന്ന് പറയുമ്പോൾ രാത്രിയിലെ ആഘോഷങ്ങൾ കാണാനാണല്ലോ ഭംഗി. അപ്പോൾ രാവിലത്തെ വലിയ ആഘോഷമൊന്നുമില്ലല്ലോ, രാത്രിയാണ് കാണേണ്ട കാഴ്ചകൾ. അപ്പം നമ്മളെ ടൗണാണിത്. ഞാൻ പറഞ്ഞില്ലേ ടൗൺ കൂടെ വരണം, അതാണ്. വലിയ ടൗണൊന്നുമല്ല, ചെറിയൊരു ടൗണാണ്. നമ്മളെ ഉള്ളിലേക്കുള്ള പോക്കറ്റ് റോഡിലേക്ക് കയറി. അപ്പോൾ ആ റോഡ് എന്ന് പറഞ്ഞാൽ റോഡും കടകളും വീടുകളും ഒക്കെ ഇങ്ങനെ റോഡിലിങ്ങനെ കയറ്റി ഇട്ടാണ്. റോഡ് ചെറിയൊരു റോഡിൽ വീടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുട്ടിയാണ് ഇവിടുത്തെ വീടുകളൊക്കെ. ഇതൊക്കെ വീടാണ്. കടകളൊക്കെ തീർന്നു, വീടിൻ്റെ ആ ഭാഗം എത്തി. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ നോക്കിക്കോ നിങ്ങൾ, റോഡിലേക്കാണ് വീടൊക്കെ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ റോഡിലേക്ക് കയറ്റി അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. അവർക്ക് മുറ്റമൊന്നുമില്ല, റോഡാണ് മുറ്റം. ഓരോരോ ഗ്രാമം ഇങ്ങനെ മുട്ടിയായിരിക്കും ഇവരുടെ വീടുകൾ. ഇവർക്ക് സ്ഥലങ്ങൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് വേറെ എടുത്തായിരിക്കും. ഇവിടെ വീടുകൾ ഇങ്ങനെ മുട്ടി വീടും അതിലേക്ക് ഇങ്ങനെ റോഡും ഉണ്ടാവും. അപ്പോൾ കണ്ടോ, കാറൊക്കെ ഇതിലൂടെ പോകുമ്പോൾ വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പോക്കറ്റ് റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. കണ്ടോ, വീടുകളുടെ ഒരു ഇത് കണ്ടില്ലേ, ഇങ്ങനെ റോഡിലേക്ക് കയറ്റിയിട്ടുള്ള വീടുകൾ. ഇതിൽ ചിലപ്പോൾ ബസ്സും പോകലുണ്ട്. ഈ റോഡ് വലിയ ലോറികളും ഇടയ്ക്ക് ഇതിൽ കൂടെ ബസ്സും പോകലുണ്ട്. നമ്മുടെ ഇത് കുറച്ചും കൂടി ഈ വളവ് തിരിഞ്ഞ് നമ്മളെ പോക്കറ്റ് റൂട്ടിലേക്കായി. അപ്പം നമ്മളെ ഏരിയേൻ്റെ അവിടെയൊക്കെ അങ്ങനെ അത്രയ്ക്ക് റോട്ടിലേക്ക് കയറിയില്ല, എന്നാലും ഉണ്ട്. അതാ ഈ ഏരിയ നമ്മളെ വീടിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന ഇതാണ്. അവിടെ കുറച്ച് വലിയ പ്ലേസ് ഉണ്ട് കേട്ടോ. മറ്റേടത്ത് തീരെ ഇല്ലായിരുന്നു. നമ്മളെ വീട് കെട്ടുമ്പോഴും റോട്ടിലിങ്ങനെ ചേർത്ത് കെട്ടരുതെന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്കാടും കെട്ടിയത്. പക്ഷേ കാർ കുറച്ചൊക്കെ ചെയ്തപ്പോൾ നമ്മൾ റോഡിലേക്കായിപ്പോയി. അപ്പോൾ കാർ കുറച്ച് വലുതായതുകൊണ്ട് അതിനനുസരിച്ച് കൂട്ടേണ്ടി വന്നു. അങ്ങനെയാണ് റോഡിലേക്കായിപ്പോയത്. ഇതിലൊക്കെ പോയി വന്ന് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇതവിടെ വന്ന് കയറിയിട്ടേ ഉള്ളൂ. ഇനി ഉച്ചയ്ക്ക് ഇവർക്ക് മോനും ചേട്ടനും ഉള്ള എന്തെങ്കിലും ലഘുവായ ഭക്ഷണം ഉണ്ടാക്കണം. ഞാൻ കഴിക്കില്ല, ഞാനിന്ന് വ്രതമാണ്. ഉപവാസ വ്രതമല്ല, പഴം. ഇപ്പം അമ്പലത്തിൽ നിന്ന് പൂജിച്ച് കൊണ്ടുവന്ന പഴം കഴിക്കും. ഉച്ചയ്ക്ക് ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും. പിന്നെ വൈകുന്നേരം നമ്മൾ അമ്പലത്തിലേക്ക് പോയി അവിടെ ദീപം തെളിയിച്ചിരുന്ന് മഹാദീപം എടുത്തതിന് ശേഷം, നമ്മുടെ വ്രതം കഴിഞ്ഞതിന് ശേഷം കഴിക്കുള്ളൂ. അത് ചിലപ്പോൾ 1:30 ആയിരിക്കാം, രാത്രി 2 മണിയായിരിക്കാം, ചിലപ്പോൾ 2:30 ആയിരിക്കാം, അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 12 മണി 12 മണി കഴിഞ്ഞ ശേഷമാണ് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ചിലപ്പോൾ 12:30 ആയിരിക്കും, ചിലപ്പോൾ 1:30 ആയിരിക്കും, ചിലപ്പോൾ 2:30 ആയിരിക്കും. അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. അപ്പോൾ ശിവരാത്രിയിലെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ഡ്രസ്സൊക്കെ സാരിയൊക്കെ മാറ്റിയിട്ട് വീട്ടിലെ പരിപാടിയാണ്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ എന്നും തറവാടിൻ്റെ അടുത്തുള്ള സ്ഥിരമായ വലിയൊരു ശിവൻ്റെ അമ്പലമാണ്. ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ വീഡിയോ വിട്ടില്ലേ, അത് നമ്മളെ ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ, രണ്ടും സെയിം ദൂരമാണ്. പക്ഷേ ഇത് ടൗണിലും അത് കുറച്ച് ഗ്രാമത്തിൻ്റെ ഉള്ളിലും. അപ്പോൾ ഞങ്ങൾ നടന്നു പോകുന്നത് അതിലേക്കാണ്. ഇവിടത്തേക്ക് പോകും, കടകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പോകാനൊരു മടിയാണ് ഒറ്റക്കൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ്, ഗവൺമെൻറ് സ്കൂളിൻ്റെ അടുത്തായിട്ട്, നമ്മുടെ തറവാടും അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശിവരാത്രിയിലെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. പറ്റിയ ഇന്ന് തന്നെ ഈ വീഡിയോയിൽ തന്നെ രാത്രിത്തെ പരിപാടി കാണിക്കാം. ഇല്ലെങ്കിൽ അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അത് പരിപാടി വേറൊരു വീഡിയോ
രാത്രിത്തെ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം. ലെങ്ത്ത് കൂടുകയാണെങ്കിൽ രാത്രിത്തെ ഞാൻ പിന്നെ കാണിക്കും, ഇല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് കാണിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.